നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് കുളിച്ച് റെഡിയാവുന്നേ? സമയം എത്രയായി? ഞാൻ നിന്നെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ നിൽക്കുമായിരുന്നു. അയ്യോ, അമ്മ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നല്ലോ. ഇനിയിപ്പോ കുറച്ച് സമയം എടുക്കും. ആ, കുഴപ്പമില്ല. പിന്നെ ഇന്നു മുതൽ ഇലക്ഷൻ കഴിയുന്നതുവരെ നിന്റെ പേരിൽ ഞാൻ അമ്പലത്തിൽ പ്രത്യേകം വഴിപാട് നടന്നിട്ടുണ്ട്. ആ, സാരമില്ല. ഇന്നെന്തായാലും ഞാൻ പോവാം. നിനക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നീയും കൂടി വരണം. ശരിയമ്മേ. ആ, പിന്നെ പാർട്ടി ഉടനെ പ്രചാരണത്തിന് ഇറങ്ങാൻ പറയും. അതിനു മുമ്പ് നീ ഇന്ദ്രനെയും കൂട്ടി പോയി അച്ഛനോട് അനുഗ്രഹം വാങ്ങിക്കണം. ആ, അച്ഛനെ ചെന്ന് കണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പറയണമെന്ന് ഞാനും അനുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. ആ അമ്മേ, നമുക്ക് ഒന്നിച്ചു പോയാലോ? ഒരിക്കൽ ഇതേ കാര്യത്തിന് അയാളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചതാ ഞാൻ. വീണ്ടും നിന്റെ കൂടെ വന്ന് അയാളുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കണം അല്ലേ? അല്ലെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് ചിലപ്പോ അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ വിഷമം ഉണ്ടാവും. സോറി അമ്മേ, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സാരമില്ലു, നീ മനസ്സിലൊന്നും വെക്കാതെ ചോദിച്ചാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ പോയാൽ മതി. ശരിയമ്മേ, ഞങ്ങൾ ഇന്ന് തന്നെ പോയി അച്ഛനെ കണ്ടോളാം. ആ, എന്നാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാവേ. പോട്ടെ ഇന്ദ്ര. അമ്മ ഓരോ ദിവസം കഴിയുന്തോറും തീർത്തും പുതിയൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഇന്ദ്രേട്ടന്റെ കൂടെ വീണ്ടും ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിക്കുമ്പോ ആദ്യം മനസ്സിൽ തോന്നിയത് അമ്മയോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാന്നാ. പിന്നെ തോന്നി അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ട് അമ്മയോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലാന്ന്. യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് അമ്മയെ കൂടെ നിർത്തുക എന്നുള്ള ആശയം അങ്ങനെയാ ഉദിച്ചത്. പക്ഷേ ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഒരു വ്യക്തിയുടെ മനസ്സറിഞ്ഞിടപെട്ട ഏത് ശത്രുവിനെയും നമുക്ക് മിത്രമാക്കി മാറ്റാം.